തിങ്കളാഴ്ചയിലെ ട്രേഡിംഗ് സെഷനിൽ സ്റ്റോക്ക് സ്പെസിഫിക് ആക്ഷൻ വരാൻ സാധ്യതയുള്ള രണ്ട് സ്റ്റോക്കുകളെ കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഒന്ന് HDFC ബാങ്ക്. HDFC ബാങ്ക് കഴിഞ്ഞ ട്രേഡിംഗ് സെഷനിൽ 0.6% ഇടിഞ്ഞ് 1605 രൂപയ്ക്ക് അടുത്ത് ക്ലോസിംഗ് നൽകി. 12 ലക്ഷം കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപ്പുള്ള കമ്പനിയുടെ വാല്യൂഷൻ 17.8, ഡിവിഡന്റ് ഈൽഡ് 1.2%, 52 വീക്ക് ഹൈ 1794, 52 വീക്കിലോ 1363. HDFC ബാങ്കിന്റെ ക്വാർട്ടർലി റിസൾട്ട് ശനിയാഴ്ച പുറത്തുവന്നു. ക്വാർട്ടർലി റിസൾട്ടിൽ ഇയർ ഓൺ ഇയറിൽ കമ്പനിയുടെ നെറ്റ് പ്രോഫിറ്റ് 35.33% വർദ്ധിച്ച് 11,951 കോടിയിൽ നിന്നും 16,174 കോടിയിലേക്ക് ഉയർന്നു. എന്നാൽ ക്വാർട്ടർ ടു ക്വാർട്ടറിൽ കമ്പനിയുടെ നെറ്റ് പ്രോഫിറ്റ് 2% ഇടിഞ്ഞു. 16,511 കോടിയിൽ നിന്നും 16,174 കോടിയിലേക്കാണ് നെറ്റ് പ്രോഫിറ്റ് ഇടിഞ്ഞിരിക്കുന്നത്. ബാങ്കിന്റെ ടോട്ടൽ ഇൻകം ഇയർ ഓൺ ഇയറിൽ 44% വർദ്ധിക്കുകയും ക്വാർട്ടർ ടു ക്വാർട്ടറിൽ 6.62% ഉയരുകയും ചെയ്തു. ഇയർ ഓൺ ഇയറിൽ 57,816 കോടിയിൽ നിന്നും 83,701 കോടിയിലേക്കാണ് ടോട്ടൽ ഇൻകം ഉയർന്നിരിക്കുന്നത്. ഇൻട്രസ്റ്റ് ഇൻകം ഇയർ ഓൺ ഇയറിൽ 50% വർദ്ധിക്കുകയും ക്വാർട്ടർ ടു ക്വാർട്ടറിൽ 2.18% ഉയരുകയും ചെയ്തു. 73,033 കോടി രൂപയാണ് ഇൻട്രസ്റ്റ് ഇൻകം വഴി കമ്പനി സമാഹരിച്ചത്. ടോട്ടൽ ഡെപ്പോസിറ്റ് ഇയർ ഓൺ ഇയറിൽ 24.4% വർദ്ധിച്ച് 237 കോടിയായി മാറി. കാസ ഡെപ്പോസിറ്റ് 6.2% വർദ്ധിച്ച് 59 കോടിയും കറന്റ് അക്കൌണ്ട് ഡെപ്പോസിറ്റ് 26.73 കോടിയായി ഉയരുകയും ചെയ്തു. ഗ്രോസ് അഡ്വാൻസ് ഇയർ ഓൺ ഇയറിൽ 164 കോടിയിൽ നിന്നും 248 കോടിയിലേക്ക് ഉയർന്നു. ക്വാർട്ടർ ടു ക്വാർട്ടർ നോക്കുകയാണെങ്കിൽ ഗ്രോസ് അഡ്വാൻസ് 281 കോടിയിൽ നിന്നും 248 കോടിയിലേക്ക് ഇടിയുകയാണ് ചെയ്തത്. HDFC ബാങ്കിന്റെ ക്വാർട്ടർലി റിസൾട്ടിലെ ഏറ്റവും നെഗറ്റീവായിട്ടുള്ള വസ്തുത കമ്പനിയുടെ നെറ്റ് NPAയിൽ ഉണ്ടായിരിക്കുന്ന വർധനവാണ്. ഗ്രോസ് NPA 1.17% നിന്നും 1.33% ഉയരുകയും നെറ്റ് NPA 0.3% നിന്നും 0.39% ഉയരുകയും ചെയ്തു. അസറ്റ് ക്വാളിറ്റി ഡിറ്റോറിയേറ്റ് ആയത് ഒരു പ്രധാന കൺസേൺ ആയി മാറിയിട്ടുണ്ട്. HDFC ബാങ്കിനെ സംബന്ധിച്ചിടത്തോളം 1,400 രൂപ സപ്പോർട്ടും 1,780 രൂപ റെസിസ്റ്റൻസുമാണ്. സ്റ്റോക്ക് കഴിഞ്ഞ 3 വർഷമായി ഈ ഒരു പ്രത്യേക ചാനലിലാണ് ട്രേഡ് ചെയ്യുന്നത്. 1,400, 1,350 തുടങ്ങിയ റേഞ്ചുകളിൽ സ്റ്റോക്ക് എത്തുകയാണെങ്കിൽ അവിടെ പൊസിഷൻ എടുക്കുന്നവർക്ക് മാത്രമേ HDFC ബാങ്കിൽ നിന്നും പ്രോഫിറ്റ് നേടാൻ സാധിക്കുന്നുള്ളൂ. 1,600 സ്റ്റോക്കിന്റെ ഒരു നോൺ ട്രേഡിംഗ് സോൺ തന്നെയാണ്. ഒന്നുകിൽ 1,400ന്റെ സപ്പോർട്ടിനടുത്ത് സ്റ്റോക്കിൽ പൊസിഷൻ എടുക്കാൻ ശ്രമിക്കുക, അതല്ലെങ്കിൽ 1,880 എന്ന റെസിസ്റ്റൻസ് മറികടന്ന് ആ റേഞ്ചിന് മുകളിൽ സസ്റ്റെയിൻ ചെയ്യുമ്പോൾ ബ്രേക്ക്ഔട്ട് ട്രേഡിംഗ് പോയിന്റ് ഓഫ് വ്യൂ പൊസിഷൻ എടുക്കും. രണ്ടാമത്തെ അപ്ഡേറ്റ് വിപ്രോ എന്ന സ്റ്റോക്കുമായി ബന്ധപ്പെട്ടതാണ്. വിപ്രോയുടെ ക്വാർട്ടർലി റിസൾട്ടും വെള്ളിയാഴ്ച മാർക്കറ്റ് അവറിന് ശേഷം പുറത്തുവന്നു. ക്വാർട്ടർലി റിസൾട്ടിന് മുന്നോടിയായി സ്റ്റോക്ക് 2.8% ഇടിഞ്ഞ് 587 ക്ലോസിംഗ് നൽകുകയും ചെയ്തു. 2.91 ലക്ഷം കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപ്പുള്ള കമ്പനിയുടെ വാല്യൂഷൻ 26.76, ഡിവിഡന്റ് ഈൽഡ് 0.18%, 52 വീക്ക് ഹൈ 579, 52 വീക്കിലോ 375. വിപ്രോയുടെ ക്വാർട്ടർലി റിസൾട്ട് വന്നതിന് ശേഷം അമേരിക്കൻ മാർക്കറ്റിൽ ലിസ്റ്റഡായ വിപ്രോയുടെ ADR വെർഷൻ 11% ക്രാഷ് ആയത് വിപ്രോയുടെ ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം വളരെയധികം ആശങ്ക ഉണർത്തുന്ന ഒരു ഇൻസിഡന്റാണ്. പക്ഷേ വിപ്രോയുടെ ADR വെർഷൻ ക്രാഷ് ആയത് ഇന്ത്യൻ മാർക്കറ്റിൽ പ്രതിഫലിക്കണമെന്നില്ല. ഇപ്രാവശ്യം ഇൻഫോസിസിന്റെ ക്വാർട്ടർലി റിസൾട്ട് വന്നതിന് ശേഷം ഇൻഫോസിസിന്റെ ADRലും വളരെ വലിയ സെല്ലിംഗ് വന്നിരുന്നു. അത് ഇന്ത്യൻ മാർക്കറ്റിൽ പ്രതിഫലിച്ചില്ല. അമേരിക്കൻ മാർക്കറ്റ്, അതായത് അമേരിക്കൻ ടെക് മാർക്കറ്റിൽ കഴിഞ്ഞ ദിവസം വളരെ വലിയ സെല്ലിംഗ് ആണ് കാണാൻ സാധിച്ചത്. അതുമൂലമാകാം വിപ്രോയുടെ ADRലും നമ്മൾക്ക് ക്രാഷ് കാണാൻ സാധിച്ചത്. വിപ്രോയുടെ ക്വാർട്ടർലി റിസൾട്ടിൽ കമ്പനിയുടെ നെറ്റ് പ്രോഫിറ്റ് ഇയർ ഓൺ ഇയറിൽ 3,003 കോടിയായി ഉയർന്നു. ഇയർ ഓൺ ഇയറിൽ 4.6% വർധനവ് പ്രോഫിറ്റിലുണ്ടായിട്ടുണ്ട്. മാർക്കറ്റ് 2,953 കോടി രൂപയുടെ പ്രോഫിറ്റാണ് പ്രതീക്ഷിച്ചത്. പ്രോഫിറ്റ് 3,003 കോടിയായി ഉയരുകയായിരുന്നു. കൂടാതെ വിപ്രോയുടെ റവന്യൂ അതേസമയം വിപ്രോയുടെ റവന്യൂ ഇയർ ഓൺ ഇയറിൽ 3.8% ഇടിഞ്ഞ് 21,964 കോടിയിലേക്ക് എത്തുകയും ചെയ്തു. 22,229 കോടി രൂപയുടെ റവന്യൂ ആയിരുന്നു മാർക്കറ്റ് പ്രതീക്ഷിച്ചത്. ഇൻ ടേംസ് ഓഫ് റവന്യൂ മാർക്കറ്റ് എസ്റ്റിമേഷനെ കമ്പനി മിസ് ചെയ്യുകയും ചെയ്തു. കൂടാതെ വിപ്രോ അതിന്റെ ഗ്രോത്ത് ഗൈഡൻസ് -1.5 മുതൽ 0.5% നിന്നും -1% മുതൽ -1% മുതൽ +1% വരെ ഉയർത്തുകയും ചെയ്തു. ഇവിടെ ഗ്രോത്ത് ഗൈഡൻസ് ഉയർത്തിയത് സ്റ്റോക്കിനെ സംബന്ധിക്കുന്ന ഒരു പോസിറ്റീവ് അപ്ഡേറ്റ് ആണ്. പ്രധാന 3 IT കമ്പനികളുടെ ക്വാർട്ടർലി റിസൾട്ട്, അതായത് ഇൻഫോസിസ്, TCS, വിപ്രോ
ഇൻഫോസിസ്, TCS, HCL ടെക് തുടങ്ങിയ 3 IT കമ്പനികളുടെ ക്വാർട്ടർലി റിസൾട്ട് പരിശോധിച്ചാലും എൻ്റയർ IT സെക്ടറിലെ ഡിസ്ക്രിഷണറി സ്പെൻഡിങ്ങും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസുമായി ബന്ധപ്പെട്ട് കൂടുതൽ ഡീലുകൾ ലഭിക്കുന്നതിന്റെ പശ്ചാത്തലത്തിൽ IT സെക്ടറിലെ സ്റ്റോക്കുകൾ ഡീസന്റ് പെർഫോമൻസ് നടത്തുന്നതായിട്ട് കാണാൻ സാധിക്കും. TCSന്റെ ക്വാർട്ടർലി റിസൾട്ടിൽ കമ്പനിയുടെ നെറ്റ് പ്രോഫിറ്റ് 9% വർദ്ധിച്ച് 12,040 കോടിയായി ഉയരുകയും ഇൻഫോസിസിന്റെ ക്വാർട്ടർലി റിസൾട്ടിൽ മാർക്കറ്റ് എസ്റ്റിമേഷനെ ബീറ്റ് ചെയ്യുകയും 2025 ഫിനാൻഷ്യൽ ഇയറിലെ ഗ്രോത്ത് ഗൈഡൻസ് കമ്പനി 3 മുതൽ 4% വരെ ഉയർത്തുകയും ചെയ്തു. HCL ടെക്നോളജിയുടെ പ്രോഫിറ്റിൽ 20% വർധനവ് ഇയർ ഓൺ ഇയറിൽ വരികയും 4,287 കോടി രൂപയുടെ പ്രോഫിറ്റ് കമ്പനി റെക്കോർഡ് ചെയ്യുകയും ചെയ്തു. ഈ ഡേറ്റകളെല്ലാം സൂചിപ്പിക്കുന്നത് IT സെഗ്മെന്റിലെ കമ്പനികൾ ഔട്ട് പെർഫോം ചെയ്യാനുള്ള സാധ്യതയെക്കുറിച്ചാണ്. പക്ഷേ ഇവിടെ നമ്മൾക്ക് വരും സമയങ്ങളിൽ ഈ ഔട്ട് പെർഫോം കൺഫേം ആയെന്ന് പറയാൻ സാധിക്കുകയില്ല. വരുന്ന 2 മുതൽ 3 ക്വാർട്ടറിലെ കമ്പനിയുടെ പെർഫോമൻസ് നോക്കി വേണം എൻ്റെ IT സെക്ടറിൽ ഒരു ട്രെൻഡ് റിവേഴ്സൽ അല്ലെങ്കിൽ ഒരു റിക്കവറി വരുന്നു എന്ന് കൺഫേം ചെയ്യുന്നതിന്. വിപ്രോ എന്ന കമ്പനിക്ക് $1 ബില്യൺ ടോട്ടൽ ഡീലുകളാണ് ലഭിച്ചിരിക്കുന്നത്. വിപ്രോയുടെ കഴിഞ്ഞ ക്വാർട്ടറിൽ കമ്പനിക്ക് ലഭിച്ച ടോട്ടൽ ഡീലുകളുടെ എണ്ണത്തിൽ ടോട്ടൽ ഡീലുകൾ 1,184 മില്യണിൽ നിന്നും 3,284 മില്യൺ ഡോളറിലേക്ക് ഉയർന്നു. ഈ ഡീലുകൾ ഇയർ ഓൺ ഇയറിൽ 3.6% വളർച്ചയും ക്വാർട്ടർ ടു ക്വാർട്ടറിൽ 3.1% ഇടിവുമാണ് രേഖപ്പെടുത്തിയത്. കൂടാതെ IT സെഗ്മെന്റിലെ വിപ്രോയുടെ IT സർവീസ് സെഗ്മെന്റ് റവന്യൂ ഇയർ ഓൺ ഇയറിൽ 5.5%, ക്വാർട്ടർ ടു ക്വാർട്ടറിൽ 1.2% വർദ്ധിച്ച് 2,625 കോടിയായി മാറുകയും ചെയ്തു. വിപ്രോ എന്ന സ്റ്റോക്കിനെ സംബന്ധിച്ചിടത്തോളം 530-525 എന്ന സോൺ ഇമ്മീഡിയറ്റ് സപ്പോർട്ടാണ്. സ്റ്റോക്ക് ഇപ്പോഴും ബുള്ളിഷ് ട്രെൻഡ് അല്ലെങ്കിൽ പോസിറ്റീവ് ട്രെൻഡിൽ തന്നെയാണ്. 490 വളരെ പ്രധാനപ്പെട്ടൊരു ക്രൂഷ്യൽ ലെവലാണ്. ഈ 490 എന്ന സപ്പോർട്ട് നഷ്ടപ്പെടുകയാണെങ്കിൽ സ്റ്റോക്കിൽ ഒരു ട്രെൻഡ് റിവേഴ്സൽ സംഭവിക്കാനുള്ള സാധ്യതയുണ്ട്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.